പറയാൻ പോകുന്നത് നമ്മൾ ഭിന്നസംഖ്യകളുടെ കുറെ പ്രത്യേകതകൾ പഠിച്ചു അല്ലെ. 3 തരം ഭിന്നസംഖ്യകൾ പഠിച്ചു. അതെന്താണ് ആ 3 ഭിന്നസംഖ്യകളില് ഏതൊക്കെയായിരുന്നു? സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്ര ഭിന്നം. ഇതില് ഒരു വിഷമ ഭിന്നം തന്നാൽ എങ്ങനെ മിശ്ര ഭിന്നമാക്കി മാറ്റാമെന്നും ഒരു മിശ്ര ഭിന്നത്തിനെ എങ്ങനെ വിഷമ ഭിന്നമാക്കി മാറ്റാമെന്നും നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമുക്ക് 2 ഭിന്നസംഖ്യകൾ തന്നു വിചാരിക്കാം. എന്നിട്ട് അത് കൂട്ടി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് കൂട്ടി എഴുതുക? 2 ഭിന്നസംഖ്യകളുടെ തുക എങ്ങനെ കാണാം എന്നാണ് നോക്കുന്നത്. ഞാൻ 2 സാധാരണ ഭിന്നങ്ങൾ എടുക്കുകയാണ്. 1/2 + 1/4. 1/2 + 1/4. ഇത് എന്താണ്? 1/2 അരയാണ്, 1/4 കാലാണ്. അരയും കാലും കൂടെ കൂട്ടി എന്താണ്? മുക്കാലാണ്. നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. പക്ഷെ ഇത് ഭിന്നസംഖ്യയായിട്ട് നമ്മൾ എങ്ങനെ കൂട്ടി എഴുതും? ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല. ഈ 1നെ 4 കൊണ്ട് ഗുണിക്കുക, ഈ 2നെ 1 കൊണ്ട് ഗുണിക്കുക. ഡിവൈഡഡ് ബൈ ഛേദമായിട്ട് എന്ത് ചെയ്യുക? 2 × 4 ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക. ഇത് ക്രോസ് മൾട്ടിപ്ലൈ, അതായത് ഈ 1നെ 4 കൊണ്ടും ഈ 1നെ 2 കൊണ്ടും ഗുണിക്കുക. അത് തമ്മിൽ കൂട്ടി എഴുതുന്നതാണ് നമ്മുടെ അംശം. താഴെ നമ്മുടെ ഛേദങ്ങളെ പരസ്പരം ഗുണിക്കുക. അപ്പൊ എന്ത് കിട്ടി? 1 × 4 4 പ്ലസ് 1 × 2 2 ഡിവൈഡഡ് ബൈ 24 8. 6/8. നമ്മുടെ സമാന ഭിന്നം പറഞ്ഞപ്പോ പറഞ്ഞു ഒരു ഭിന്നസംഖ്യനെ ഒരേ സംഖ്യ കൊണ്ട് അംശത്തിലും ഛേദത്തിലും ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സമാന ഭിന്നം കിട്ടും. അപ്പൊ 6/8 നമുക്ക് 2 കൊണ്ട് ഛേദത്തിലും അംശത്തിലും ഹരിച്ചതിന് എന്ത് കിട്ടും? 3/4. മുക്കാലാണല്ലേ, അരയും കാലും കൂട്ടിക്കഴിഞ്ഞാല്. സോ എന്താണ്? 3/4 കിട്ടി. എന്താണ് ചെയ്തത്? നമ്മള് 2 ഭിന്നസംഖ്യകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ അംശവും രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദവും തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദവും രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ അംശവും തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ എന്താ ചെയ്യുന്നത്? ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുന്നു. 1 × 4 പ്ലസ് 2 × 1 ഡിവൈഡഡ് ബൈ 2 × 4. ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. വേറെ 2 ഭിന്നസംഖ്യകൾ എടുക്കാണ്. മറ്റു 2 ഭിന്നസംഖ്യകൾ വെച്ച് നോക്കാം നമുക്ക്. 2/15 പ്ലസ് 3/12. 2/15 പ്ലസ് 3/12. നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യത്തെ ഭിന്നസംഖ്യയുടെ അംശവും രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദവും തമ്മിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 12 പ്ലസ് ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ ഛേദവും രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ അംശവും തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 15 × 3. ഛേദം എന്ത് തന്നെയാണ് വരുന്നത്? 2 ഭിന്നസംഖ്യകളുടെയും ഛേദങ്ങൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ എന്ത് വരും? 24 പ്ലസ് 45 ഡിവൈഡഡ് ബൈ 15 × 12. അപ്പൊ എന്താ ഉത്തരം വരുന്നത്? ഇനി ഇത് കൂട്ടി എഴുതുമ്പോ എത്രയാ വരിക? 24 45 69 ഡിവൈഡഡ് ബൈ 15 × 12 180. അപ്പോ ഇവിടെ എന്ത് ചെയ്തു? 2 × 12 കൂട്ടണം. ഈ കൂട്ടണം ചിഹ്നം വരാനുള്ള കാരണം എന്താ? നമ്മൾ അഡീഷൻ ആണ് ചെയ്തിരിക്കണം അല്ലെ. 2 ഭിന്നസംഖ്യകളെ കൂട്ടിയിരിക്കുകയാണ്, അഡീഷൻ ചെയ്തിരിക്കുകയാണ്. പ്ലസ് 15 × 3 ഡിവൈഡഡ് ബൈ 15 × 12. അപ്പൊ എന്ത് കിട്ടി ഉത്തരം? 69/180. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാം. നമ്മളിവിടെ 2 ഭിന്നസംഖ്യകൾ എടുക്കാൻ പോവാണ്. a/b പ്ലസ് c/d. a/b പ്ലസ് c/d. a/bനെ c/d യോട് നമ്മൾ കൂട്ടാൻ പോവാണ്. സോ ഇത് നമ്മൾ
ചെയ്യാം? എ ഇൻറ്റു ഡി പ്ലസ് ബി ഇൻറ്റു സി ഛേദമായിട്ട് ബി ഇൻറ്റു ഡി. എ ഇൻറ്റു ഡി പ്ലസ് ബി ഇൻറ്റു സി ഡിവൈഡഡ് ബൈ ഛേദമായിട്ട് ബി ഇൻറ്റു ഡി. നിങ്ങൾക്ക് ഒരുപാട് ആലോചിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കാം, എയും ബിയും ഒക്കെ വെച്ചിട്ട്. പക്ഷെ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ്, ഇത് രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, നടുവിലുള്ള ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് അത് ഇവിടെ ഇട്ടു, ഡിവൈഡഡ് ബൈ ബിനെയും ഡിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കി വെക്കുകയാണ് എപ്പോഴും നല്ലത്. ഈ ഇക്വേഷനായിട്ട് കാണാപ്പാടം പഠിക്കാതിരിക്കാം. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി എങ്ങനെയാണ് സങ്കലനം അഥവാ എങ്ങനെയാണ് അഡീഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നമ്മൾ കൂട്ടി, ഇനി ഇത് എന്ത് ചെയ്യണം? രണ്ട് സംഖ്യകളെയാണ് അല്ലെ കൂട്ടിയത്, രണ്ട് ഭിന്നസംഖ്യകളെ. ഇപ്പൊ മൂന്ന് ഭിന്നസംഖ്യകൾ തന്നതിന് എന്താ ചെയ്യാ? എടുത്തിട്ട് 2/3 കൂട്ടണം 3/5 കൂട്ടണം 1/2. 2/3 3/5 1/2 ഈ മൂന്ന് ഭിന്നസംഖ്യകൾ എടുത്തിട്ടുണ്ട്. ഈ മൂന്ന് ഭിന്നസംഖ്യകളുടെയും അഡീഷൻ നമ്മൾ എങ്ങനെ ചെയ്യും? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം ഏതെങ്കിലും രണ്ട് ഭിന്നസംഖ്യകൾ കൂട്ടുക, അതിന്റെ കൂടെ മൂന്നാമത്തെ ഭിന്നസംഖ്യ കൂട്ടാം. അങ്ങനെ നോക്കാം നമുക്ക്. 2/3 പ്ലസ് 3/5 ഇതെന്താ വരിക? 2 into 5 പ്ലസ് 3 into 3 ഛേദമായിട്ട് എന്ത് വരും? 3 into 5 കൂടെ 1/2 കൂട്ടണം. ഇതെന്താ ഉത്തരം വരിക? 5 10 9 19 ഡിവൈഡഡ് ബൈ 3 into 5 എന്താ വരുന്നത്? 15 പ്ലസ് 1/2. ഇനി രണ്ട് ഭിന്നസംഖ്യകൾ കൂട്ടാലോ. ഇപ്പൊ ചെയ്ത അതേപോലെ എങ്ങനെ ചെയ്യാം? 19 into 12 പ്ലസ് 15 into 1 19 into 2 പ്ലസ് 15 into 1. അപ്പൊ 19 into 2 എത്രയാ? 38 പ്ലസ് 15 by 30. 38 പ്ലസ് 15 by 30 ഇത് എത്രയാ വരിക? 53/30 ആണ് ഉത്തരം. 53/30 ആണ് ഇതിന്റെ ഉത്തരം. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം, ഫസ്റ്റത്തെ രണ്ടെണ്ണം വേണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂട്ടാം. 3/5 പ്ലസ് 1/2 കൂട്ടിയിട്ട് അതിനുശേഷം 2/3 ആയിട്ട് കൂട്ടാം. കാരണം നമുക്കറിയാം അഡീഷൻ എന്താണ്? അസോസിയേറ്റീവ് ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലെ? എങ്ങനെ? ഇപ്പോ നമ്മള് എ പ്ലസ് ബി പ്ലസ് സി എന്തിനോട് ഈക്വൽ ആണ്? എ പ്ലസ് ബി പ്ലസ് സിയോട് ഈക്വൽ ആണ്. സോ അഡീഷനിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക, ഒരു 2-3 പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ ചെയ്തതിന് പെട്ടെന്ന് 2-3 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇൻറ്റു ചെയ്ത ആൻസർ എഴുതാമെന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിള് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു വേറെ ഒരു വഴിയും കൂടെ ഉണ്ട്. വേറെ രണ്ടാമത്തെ വഴി എന്താണ്? നമ്മളൊരു പ്രോബ്ലം എടുക്കാണ്. 1/3 പ്ലസ് 5/6 1/3 പ്ലസ് 5/6 എന്നൊരു പ്രോബ്ലം ഞാൻ എടുത്തു. ഇത് രണ്ട് കൂട്ടാൻ നമുക്കറിയാം അല്ലെ? 1 into 6 പ്ലസ് 3 into 5 ഡിവൈഡ് ബൈ താഴെ 3 into 6 ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? അതായത് ഇപ്പൊ ഇവിടെ ഒരു 18 ഇവിടെ ഒരു 19 ഒക്കെ വന്നു വെച്ചാല് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? മറ്റൊരു രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാം. നമ്മൾ ഈ ഛേദങ്ങൾ കൺസിഡർ ചെയ്യാം. 3ഉം 6ഉം ഈ ഛേദത്തിലുള്ള രണ്ട് സംഖ്യകളുടെയും LCM കൺസിഡർ ചെയ്യാം. LCM എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ.
3ന്റെയും 6ന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? ഏറ്റവും ചെറുതായിട്ടുള്ള കോമൺ മൾട്ടിപ്പിൾ ഏതാ 3ന്റെയും 6ന്റെയും? 6 തന്നെയാണ് അല്ലെ. 3ന്റെയും 6ന്റെയും 9ന്റെയും കൂടാണ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ LCM എന്താ വരിക? 3ന്റെയും 6ന്റെയും 9ന്റെയും കൂടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്താ? 18. 3ഉം 6ഉം പോകുന്ന 3 കൊണ്ടും 6 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ സംഖ്യ, ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 6ആണ്. LCM എന്താണ്? 3 കൊണ്ടും 6 കൊണ്ടും 6നെ പൂർണ്ണമായി ഹരിക്കാൻ കഴിയും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിലെ ഏറ്റവും ചെറിയ സംഖ്യ, അതായത് ഇപ്പോ 6 ഉണ്ട്, 12 ഉണ്ട്, 18 ഉണ്ട്, അതേപോലെ 24 ഉണ്ട്, 30 ഉണ്ട്. ഈ സംഖ്യകളിലൊക്കെ എന്താണ്? 3 കൊണ്ടും ഹരിക്കാം, 6 കൊണ്ടും ഹരിക്കാം. പക്ഷേ 3 കൊണ്ടും 6 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ അതേതാണ്? പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നത് കേട്ടോ. ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 6ആണ്. അപ്പൊ അതാണ് LCM. LCM നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ 3, 6, 9 ആയിരുന്നു, ഇവിടെ 18 ആയിരുന്നു. സോ അപ്പൊ നമുക്ക് 6 ഉണ്ടല്ലോ ഈ LCM, ഇതാണ് ഛേദമായിട്ട് വരേണ്ടത്. ഇവിടെ ഓൾറെഡി ഈ ഒരു സംഖ്യയുടെ ഛേദം 6 തന്നെയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ എന്താ ഛേദം? 3 ആണല്ലേ. അപ്പൊ അതിനെ 6 ആക്കണം. 6 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 6 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. ഛേദത്തെ മാത്രം 2 കൊണ്ട് ഗുണിക്കാൻ പാടുമോ? ഇല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഭിന്നസംഖ്യയിൽ ഏത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലും നമ്മൾ അംശത്തിലും ഛേദത്തിലും ഒരേപോലെ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? മോളിലും 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എന്ത് വരും? ഇത് 2/6 പ്ലസ് 5/6. എന്താ ഉത്തരം? 7/6. 2/6 പ്ലസ് 5/6 ഉത്തരം 7/6. അതെങ്ങനെ ഞാൻ ഇത്രയും പെട്ടെന്ന് എഴുതിയത്? ഞാൻ മൾട്ടിപ്ലൈ ചെയ്തില്ലല്ലോ. ഇവിടെ 2 × 6 പ്ലസ് 6 × 5 എന്നൊന്നും പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്തില്ലല്ലോ. ഇപ്പൊ എന്താ മൾട്ടിപ്ലൈ ചെയ്യാതിരുന്നത്? നമ്മള് കൂട്ടുന്ന ഭിന്നസംഖ്യകളുടെ ഛേദം 1 ആണെങ്കിൽ, സെയിം ഛേദമുള്ള ഭിന്നസംഖ്യകളെയാണ് പരസ്പരം കൂട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവയുടെ അംശം മാത്രം കൂട്ടി എഴുതുക, ഡിവൈഡഡ് ബൈ ഛേദം അതേപോലെ എഴുതുക. അംശങ്ങൾ മാത്രം കൂട്ടി എഴുതുക, ഡിവൈഡഡ് ബൈ ഛേദം അതേപോലെ എഴുതുക. അതായത് 1/6 പ്ലസ് 2/6 പ്ലസ് 3/6 ആണെങ്കിൽ ഇത് എന്താ വരിക? ഇതിനെ നമുക്ക് 1 പ്ലസ് 2 പ്ലസ് 3/6 എന്ന് എഴുതാം. അംശത്തിൽ എത്ര സംഖ്യകളുണ്ടോ അവയെല്ലാം പരസ്പരം കൂട്ടുക, ബൈ ഛേദം അതേപോലെ ഇടുക. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെപ്പോ മാത്രമേ ചെയ്യാൻ പാടൂ? എല്ലാ ഭിന്നസംഖ്യകളുടെയും ഛേദം സെയിം ആണെങ്കിൽ. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 6/6. ഉത്തരം എന്താണ്? 1 ആണ്. കോമൺ ആയി നമുക്ക് എന്ത് പറയാം? a/d പ്ലസ് c/d is equal to a പ്ലസ് c/d ആയിരിക്കും. ഛേദം ഒരേപോലെ ആയതുകൊണ്ട് ഛേദം അതേപോലെ ഇറക്കിയിട്ടിട്ട് അംശങ്ങളെ പരസ്പരം കൂട്ടി എഴുതുക. ഇവിടെ ഒരു പ്ലസ് e/d കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ നമുക്കൊരു പ്ലസ് p/d കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിവിടെ ഒരു പ്ലസ് പിയും കൂടെ ആഡ് ചെയ്യും. ഈ രീതിയിലാണ് സെയിം ഛേദമുള്ള സംഖ്യകളെ ഭിന്നസംഖ്യകളെ കൂട്ടാം. ഇപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? നമ്മൾ തുടങ്ങിയത് LCM എന്നായിരുന്നു, എത്തിയത് സമാന ഛേദമുള്ള ഭിന്നസംഖ്യകളെ കൂട്ടുന്ന കാര്യമായിരുന്നു അല്ലെ. അപ്പോ LCM എന്താ പറഞ്ഞത്? നമുക്ക് വ്യത്യസ്ത ഛേദങ്ങളുള്ള 2 ഭിന്നസംഖ്യകള് കൂട്ടാൻ വരികയാണെങ്കിൽ, ഇപ്പം a/b പ്ലസ് c/d ആൻഡ് ബിയും ഡിയും എന്താണ്? ഡിഫറെന്റ് ആണെന്ന് വിചാരിക്കാം. ബിയും ഡിയും ഡിഫറെന്റ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്നുമില്ലെങ്കിൽ ഈ ബിയുടെയും ഡിയുടെയും LCM കാണുക,
ആ എൽസിഎമ്മിലേക്ക് ബിനെയും ഡിനെയും മാറ്റി എഴുതുക. അതിന് സമാനമായിട്ടുള്ള, അതിന് അനുപാതികമായിട്ടുള്ള ചേഞ്ച് എവിടെയും വരുത്തുക, അംശത്തിലും വരുത്തുക. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ആലോചിക്കേണ്ട. പ്രോബ്ലം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്നുമില്ല. 3 ആണല്ലേ നമ്മൾ നേരത്തെ ചെയ്ത്. നമുക്ക് മാറ്റാം. 1/7. ഇതിന് രണ്ടിനെയും പരസ്പരം കൂട്ടാൻ പറയാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5ന്റെയും 7ന്റെയും എൽസിഎം കാണാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് 2x7 നേരത്തെ പഠിച്ച മെത്തേഡ് വെച്ച് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി 5ന്റെ 7ന്റെ എൽസിഎം ഏതാ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലൈ ഏതാ? 35. 35 താഴെ ഒരു എൽസിഎം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ? ഇപ്പൊ എൽസിഎം 35 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് ഭിന്നസംഖ്യകളുടെയും ഛേദത്തിനെ 35 ആക്കി മാറ്റണം. 5നെ 35 ആക്കണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7നെ 35 ആക്കണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മുടെ ഛേദങ്ങൾ രണ്ടുപേരും എന്തായി? 35 ആയി. ഒരു ഭിന്നസംഖ്യയിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യണം അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ ഛേദത്തിന് മാത്രം ചെയ്യാൻ പാടുമോ? ഇല്ല, പാടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ കാര്യം അംശത്തിലും ചെയ്യണം. അപ്പൊ 2 × 7 14, 1 × 5 5. അപ്പൊ ഇതെന്താ ഉത്തരം കിട്ടണ? ഇനി നമ്മുടെ സമാന ഭിന്നത്തിന്റെ കാര്യമായി. 14 5 19/35. 14 5 19/35. ഇനി ഇങ്ങനെ 3 സംഖ്യകൾ ഉണ്ട് വിചാരിക്കാം. അപ്പൊ നമ്മള് 2/5 1/4 2/3 ആണെന്ന് വിചാരിക്കാം. 2/5 1/4 2/3 ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നെ നമ്മൾ എന്താ ചെയ്യാ? 5ന്റെയും 4ന്റെയും 3ന്റെയും എൽസിഎം കണ്ടുപിടിക്കണം. ഒരു വഴി നമുക്കറിയാം, ഏതെങ്കിലും രണ്ടെണ്ണം കൂട്ടുക, പിന്നീട് മൂന്നാമത്തെയും കൂട്ടുക അല്ലെ? ഇനി അല്ല, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5ന്റെയും 4ന്റെയും 3ന്റെയും എൽസിഎം കണ്ടുപിടിക്കണം. ഈ 3 സംഖ്യകളുടെ എൽസിഎം എന്താണ്? 60. 5ന്റെയും 4ന്റെയും 3ന്റെയും എൽസിഎം എന്താ വരുന്നത്? 60. അപ്പൊ ഈ 3 ഛേദങ്ങളെയും 60ലേക്ക് മാറ്റണം. എത്ര കൊണ്ടാണോ അത് ഗുണിക്കണത് അത് തന്നെ അംശത്തിലും ചെയ്യാം. പിന്നെ അംശങ്ങൾ തമ്മിൽ കൂട്ടാല്ലേ. അപ്പൊ അങ്ങനെയാണ് എന്താണ് നമുക്ക് ഭിന്നസംഖ്യകളുടെ സങ്കലനം അഥവാ അഡീഷൻ ചെയ്യാനുള്ള 2 മെത്തേഡ്. ഒന്നുമില്ലെങ്കിൽ എൽസിഎം, ഛേദങ്ങളുടെ എൽസിഎം കണ്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന, എന്നിട്ട് പരസ്പരം കൂട്ടുന്ന വഴിയിലും നമുക്ക് എന്ത് ചെയ്യാം? ഭിന്നസംഖ്യകളുടെ ഈ ഒരു സങ്കലനം ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സാധാരണ ഭിന്ന വിഷമ ഭിന്നം അല്ല, മിശ്ര ഭിന്നാണ് തന്നതെന്ന് വിചാരിക്കാം. 1/2 കൂട്ടണം 3/4 കൂട്ടണം 2/2. ഈ 3 സംഖ്യകളാണ് കൂട്ടാനുള്ളതെന്ന് വിചാരിക്കാം. ഒരു മെത്തേഡ് എന്താണ്? നമ്മൾ ഇവരെ എല്ലാവരെയും വിഷമ ഭിന്നമാക്കി മാറ്റണം. നമുക്കറിയാലേ 2 × 1 + 1 3/2. ആ രീതിയിൽ വിഷമ ഭിന്നമാക്കി മാറ്റിയിട്ട് ഇപ്പൊ നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. ഛേദത്തിന്റെ എൽസിഎം കാണാം, അല്ലെങ്കിൽ പരസ്പരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ ചെയ്ത അതേപോലെ തന്നെ, ഇത് ഒരേപോലെ അല്ല. ഇപ്പം ഇവിടെ എന്ത് വരും? 3/2 + 13/4 + 5/2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ എൽസിഎം കാണാം. അപ്പൊ എന്താണ് കിട്ടുക? എൽസിഎം മെത്തേഡ് ഈ കേസിൽ എളുപ്പമായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 6 കൂട്ടണം 13 കൂട്ടണം 10/4. അപ്പൊ എന്താ വരിക? 29/4. ഇങ്ങനെ ഉത്തരം കിട്ടിയില്ലേ? ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് മിശ്രഭിന്നം തന്നെ ആക്കാം. ഇങ്ങനെ നമ്മൾ ആക്കിയത് 29നെ
4 കൊണ്ട് ഹരിക്കുന്നു. എത്ര തവണ പോവും? 7 4 28 ശിഷ്ടം 1. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 7 1/4. 7 1/4. ഇതിനെ എങ്ങനെ എഴുതാം? 7 1/4 എന്ന് എഴുതാം. ഇതൊരു മെത്തേഡാണ് കേട്ടോ. ഇനി അല്ലെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ തരികയാണെന്ന് വിചാരിക്കാം. പെട്ടെന്ന് ഇങ്ങനെ ഒരു 3 സംഖ്യ തന്നപ്പോ ഇതിപ്പോ 2 4 ആയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പൂർണ്ണ സംഖ്യകൾ ഉണ്ടല്ലോ ഇതില് 1 3 2. ഈ പൂർണ്ണ സംഖ്യകളെ പരസ്പരം കൂട്ടാം. പ്ലസ് ഇതിലെ ഭിന്ന സംഖ്യകളെ പരസ്പരം കൂട്ടാം. वन बाय टू प्लस 1/4 प्लस 1/2. 1 3 4 2 6. ഇനി നമ്മുടെ ഭിന്നസംഖ്യകൾ കൂട്ടി എന്ത് വരും? 4 ആണ് അല്ലെ ഇവിടെ LCM വരുന്നത്. ഇവിടെ എന്താണ്? 1/2 1/4 1/2 ആണ്. ഛേദങ്ങളുടെ മുഴുവൻ LCM എന്താ വരുന്നത്? 4 ആണ്. 1/2 2നെ 4 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. അത് അംശത്തിലും ഗുണിക്കണം. അപ്പോൾ എന്ത് കിട്ടി? 2 + 1 + 2 5/4. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നേരത്തെ കിട്ടിയത് 7 1/4 അല്ലേ, ഇത് 6 5/4 അല്ലേ, ഇത് രണ്ട് സെയിം ആണോന്ന്. ആണോ? നോക്കൂ, ഇതിന്റെ വിഷമ ഭിന്നാക്കി കഴിഞ്ഞത് എന്താ കിട്ടുക? 4 6 24 + 5 29/4. 4 6 24 5 29/4. ഇത് തന്നെയല്ലേ നേരത്തെ കിട്ടിയത്? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇത് നേരത്തെ പറഞ്ഞ വിഷമ ഭിന്നാക്കുന്ന രീതിയിലൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടണ്ട. ഇങ്ങനെ മിശ്ര ഭിന്നങ്ങളുടെ അഡിഷൻ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ അതിലെ പൂർണ്ണ സംഖ്യകളെല്ലാം കൂട്ടുക ഒരുമിച്ച്, അതേപോലെ ഭിന്ന സംഖ്യകളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുക, അവ രണ്ടും ചേർത്ത് എഴുതുക. അപ്പൊ അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഉത്തരം കിട്ടും. സങ്കലനം ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് തൊട്ടടുത്ത് പിന്നെ എന്താ ചെയ്യാനുള്ളത്? അതായത് എഡിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതേ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണത്? മൈനസ് അല്ലെ, അതായത് വ്യവകലനം അഥവാ സബ്ട്രാക്ഷൻ, കുറയ്ക്കുന്നത്. അപ്പോ നിങ്ങൾ ഇപ്പൊ ഈ പഠിച്ച അതേ മെത്തേഡിലാണ് നമ്മൾ ഇതും കുറയ്ക്കുന്നത്. അതായത് കൂട്ടൽ ചെയ്ത അതേപോലെയാണ് ഭിന്നസംഖ്യകളുടെ കുറയ്ക്കലും ചെയ്യുന്നത്. 1/2 1/3 കുറയ്ക്കാൻ പറഞ്ഞാല് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാല് 1നെ 3 കൊണ്ട് ഗുണിക്കുന്നു, ഈ 2നെ 1 കൊണ്ട് ഗുണിക്കുന്നു. ഛേദത്തിനെ 2 ഛേദങ്ങളെയും പരസ്പരം ഗുണിക്കുന്നു. നടുവില് നേരത്തെ നമ്മൾ അഡീഷനിൽ പ്ലസ് ആണ് ഇട്ടത്. കാരണം എന്തായിരുന്നു? ഇവിടെ പ്ലസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ പ്ലസ് ആണോ? അല്ല അല്ലെ, മൈനസ് ആണല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് എന്നുള്ള ചിഹ്നം ഇടണം. സോ 1 × 3 കുറയ്ക്കണം 2 × 1 ഛേദമായിട്ട് 2 × 3. 1 × 3 എന്താണ്? 3. കുറയ്ക്കണം എന്താണ്? 2/6. 3 2 കുറച്ചാ 1/6. 1/2 നിന്ന് 1/3 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 1/6. ചെയ്യാം. 1/2 നിന്ന് 1/3 കുറയ്ക്കാൻ പറഞ്ഞാൽ 2ന്റെയും 3ന്റെയും LCM കണക്കാക്കാം. 2ന്റെയും 3ന്റെയും LCM നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. LCM ഓഫ് 2, 3 എന്താ വരിക? 6 അല്ലേ. അപ്പോ ഛേദത്തിനെ എനിക്ക് 6 ആക്കണം, ഈ 2നെയും 6 ആക്കണം, 3നെയും 6 ആക്കണം. 2നെ 6 ആക്കാൻ എന്താ ചെയ്യാ? 3 കൊണ്ട് ഗുണിച്ചാ മതി. ഭിന്നസംഖ്യയാണ്, അങ്ങനെ ഛേദത്തെ മാത്രമായിട്ട് നമുക്ക് അങ്ങനെ 3 കൊണ്ട് ഗുണിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്തിനേയും ഗുണിക്കണം? അംശത്തെയും ഗുണിക്കണം. അപ്പൊ 3/6 കുറയ്ക്കണം. ഇവിടെ 3 ഗുണിച്ചു, ഇവിടെ 3 ഗുണിച്ചു. 3നെ 6 ആക്കാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം.
ഇവിടെ എന്ത് ചെയ്യണം? ഛേദത്തിലും അംശത്തിലും ഒരേപോലെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എന്തായി? 2/6. ഇനി സമാന ഛേദമുള്ള 2 ഭിന്നസംഖ്യകളാണ്. അവയ്ക്ക് അഡീഷനിൽ പറഞ്ഞ അതേപോലെ അവയുടെ സബ്ട്രാക്ഷൻ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? അംശങ്ങളെ പരസ്പരം കുറയ്ക്കുക. അതായത് 3 - 2 ഛേദമായിട്ട് അത് തന്നെ ഇടുക അല്ലെ. അപ്പൊ എന്താ ഉത്തരം കിട്ടണത്? 1/6 തന്നെയാണ് ഇവിടെ ഉത്തരം കിട്ടുന്നത്. നമ്മൾ അഡീഷൻ പറഞ്ഞ അതേ രീതിയിലാണ് സബ്ട്രാക്ഷനും ചെയ്യുന്നത്. അവിടെ നമ്മൾ പ്ലസ് ആയിരുന്നു നടുവിലിട്ട ചിഹ്നം, അതുകൊണ്ട് പരസ്പരം കൂട്ടുന്നു. ഇവിടെ മൈനസ് ആയതുകൊണ്ട് തന്നെ ഇടയിൽ വരുന്ന ചിഹ്നങ്ങളിൽ മാറ്റം ഉണ്ടാവും. ഇനി നമ്മൾ 3 എണ്ണം വെച്ചിട്ട് ചെയ്ത് നോക്കാണ്. 7/4 - 2/3 - 1/3. ഓക്കെ, 1/2 എടുക്കാം. 1/2 എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ഇതെങ്ങനെ ചെയ്യാം? ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം ഈ 2 ഭിന്നസംഖ്യകളുടെ സബ്ട്രാക്ഷൻ ചെയ്തിട്ട് അതിൽ നിന്ന് ഇത് കുറയ്ക്കാം അല്ലെ. അതെങ്ങനെ ചെയ്യാം? 7 × 3 കുറയ്ക്കണം 4 × 2. അതായത് ഈ ഓപ്പോസിറ്റ് ഉള്ള സംഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ബൈ 4 × 3 കുറയ്ക്കണം 1/2. 3 × 7 21 നിന്ന് 4 2 8 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 13/12 - 1/2. ഡയറക്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ ഞാൻ. പിന്നെ ഇതെങ്ങനെ ചെയ്യണം? 13 × 2 26 - 12 ഇങ്ങനെയാണ്. 13 × 2 കുറയ്ക്കണം 1 × 12 12 × 2. അപ്പൊ എന്ത് കിട്ടും ഉത്തരം? 26 നിന്ന് 12 കുറയ്ക്കുക 24. 14/24. 14/24 നമുക്ക് വേണമെങ്കിൽ അംശത്തിലും ഛേദത്തിലും 2 കൊണ്ട് കോമൺ ആയിട്ട് ഹരിച്ചിട്ട് 7/12 എന്ന് എഴുതാം അല്ലെ. അത് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതല്ലെങ്കിൽ മറ്റൊരു മെത്തേഡിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് LCM കണ്ടുപിടിക്കാം. ഇവിടെ ഈ 3 സംഖ്യകളുടെ ഛേദത്തിലെ 3 സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാം. ഛേദത്തിലെ ഏതൊക്കെയാണ്? 4 3 2. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? LCM ഓഫ് 4 3 2. 4ന്റെയും 3ന്റെയും 2ന്റെയും LCM എത്രയാണ് വരുന്നത്? 12. ഓക്കെ, അപ്പോ ഛേദത്തിന് നമുക്ക് എന്താക്കണം? 12 ആക്കണം. 12 ആക്കണമെങ്കിൽ 4നെ എങ്ങനെയാണ് 12 ആക്കുക? 3 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോ നമ്മൾ ഇവിടെ 3 കൊണ്ട് ഗുണിച്ചാൽ അംശത്തിലും 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എന്ത് കിട്ടി? 21/12 കുറയ്ക്കണം. ഈ 3നെയും അടുത്ത ഛേദത്തിനെയും 12 ആക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. മുകളിലും താഴെയും 4 കൊണ്ട് ഗുണിക്കണം. കുറയ്ക്കണം. 2നെ 12 ആക്കാൻ 6 കൊണ്ട് ഗുണിക്കണം. സോ 6/12. ഇനി ഛേദത്തിനെ അങ്ങനെ എടുത്ത് എഴുതുന്നു. അംശത്തിനെ സെപ്പറേറ്റ് ആക്കി എഴുതാതെ നമ്മൾ 21 കുറയ്ക്കണം 8 കുറയ്ക്കണം 6. ഇവിടെ എന്താ വരിക? 21 8 കുറച്ചാല് എത്ര വരുന്നേ? 13. 13ൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാല് 7. ഉത്തരം എന്താണ്? 7/12. 7/12. നേരത്തെ കിട്ടിയ ഉത്തരം 14/24 ആയിരുന്നു. ഈ 14/24 തന്നെയാണ് എന്ത്? 7/12. അതെങ്ങനെയാ? 14/24 അംശത്തിലെയും ഛേദത്തിനെയും 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഈ സംഖ്യ കിട്ടും. സോ ഈ രീതിയിൽ നമുക്ക് ഭിന്ന സംഖ്യകളുടെ അഡീഷനും അതുപോലെ തന്നെ സബ്ട്രാക്ഷനും ചെയ്യാവുന്നതാണ്. ക്ലിയർ അല്ലേ? ഭിന്ന സംഖ്യകളുടെ അഡീഷനും അതേപോലെ സബ്ട്രാക്ഷനും ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി എന്താ ബാക്കിയുള്ളത്? ഗുണനവും ഉണ്ട്, ഡിവിഷനും ഉണ്ട്. അത് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.